ഹലോ ഹായ്. അങ്ങനെ നമ്മൾ ജിസേൽ അമ്മായി എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന ജിസേൽ തക്രാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷെ ഒരിക്കലും അതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഫെയർ അല്ല, ഇതൊരു അൺഫെയർ എവിക്ഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വെബ്സൈറ്റ് ഉണ്ട്, മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com എന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിങ്ങിൽ ജിസേൽ 2ാം സ്ഥാനത്തുള്ള ഒരു മത്സരാർത്ഥിയാണ്. അതുപോലെ തന്നെ അവരോടെല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ പോയി വോട്ട് ചെയ്യണം, ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഹോട്ട്സ്റ്റാറിൽ പോയി അവർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ സൈറ്റിൽ ഒരു അറിവുമില്ലാതെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകൾ വളരെ ചെറിയ ചാനലുകളായ നമുക്കൊക്കെ നമ്മുടെയൊക്കെ സൈറ്റിൽ വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പം 2ാം സ്ഥാനത്തുള്ള ജിസേലിനെ എന്തുകൊണ്ടാണ് ഔട്ടാക്കിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട കാരണം ആര്യനുമായിട്ടുള്ള ഒരു കുൽസിതം അല്ലെങ്കിൽ ആര്യനുമായിട്ടുള്ള റിലേഷൻ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആര്യനും ജിസലുമായിട്ടുള്ള റിലേഷന് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും ഏജിൻ്റെ ഡിഫറൻസും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ക്രൂവിലുണ്ടായിരുന്ന ആൾക്കാരല്ല, ഇപ്പോൾ എല്ലാം പുതിയ ആൾക്കാരാണ്. അവർക്ക് ഇത് കണക്കുള്ള കുൽസിതങ്ങളൊന്നും പിടിക്കുന്നില്ല. ഇനി LGBT കമ്മ്യൂണിറ്റിക്കാരെ മാത്രമാണോ പിടിക്കുന്നത്, അതോ ഇനി വേറെ ഈ അവരെയും പിടിക്കത്തില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നിലനിൽക്കേണ്ട, നല്ല മെസ്സേജുകൾ സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എന്നൊക്കെയാണ് എങ്കിൽ ആദിലയോ നൂറയോ ആദിലെ ഔട്ടാക്കേണ്ട സമയം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആദിലെ ഔട്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ആദിലെ അവിടെ നിർത്തുന്ന ഒരു റീസൺ കൊണ്ടാണ് എനിക്ക് എന്തൊക്കെയോ ഒരുപാട് ഫേവറിസം ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഫെയർ എവിക്ഷൻ അല്ല. ഇത് ആര്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആര്യൻ്റെ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആണോ, കാരണം അത് തന്നെ അങ്ങനെയാണോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക. എൻ്റെ 100% എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ജിസേൽ ഒരിക്കലും ഒരു ഫെയർ എവിക്ഷൻ അല്ല, അൺഫെയർ എവിക്ഷനാണ്. ജിസേൽ ഒരിക്കലും ഇപ്പോൾ പോകാനായിട്ട്, കാരണം ടോപ്പ് 5 വരുമെന്ന് നമ്മൾ വിചാരിച്ചൊരു കണ്ടസ്റ്റൻ്റാണ്. ടോപ്പ് 5 വരാൻ ഇനി ആരുണ്ട് അവിടെ? എന്ത് കളിയാണ് ഇവരൊക്കെ കളിക്കുന്നത്? നൂറാദിൽ എന്ത് കളിയാണ് അവിടെ കളിക്കുന്നത്? നൂറാദിലിൻ്റെ കളി എങ്ങനെയാണ്? ലക്ഷ്മി എന്ത് കളിയാണ് കളിക്കുന്നത്? ബിന്നി എന്ത് കളിയാണ് കളിക്കുന്നത്? പിന്നെ ആരാണ് ഈ ടോപ്പ് 5 വരേണ്ടത്? പിന്നെ ടോപ്പ് 5 വരാനായിട്ട് നൂറയും ആദിലയും കളിക്കുന്നില്ല. പിന്നെ ആകപ്പാടെ നമ്മുടെ അനുമോൾ, അനീഷ്, ഷാനവാസ്, 3 അക്ബർ, 4 പേര്. പിന്നെ ഒരാൾ വരാനായിട്ട് ആരാണ് വരേണ്ടത്? ജിസേൽ മാത്രമായിരുന്നു അവിടെ. എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ തോന്നിരുന്നത് ജിസേലായിരുന്നു വരേണ്ടത്. ഞാൻ അനുമോളും ജിസേലും ആയിരുന്നു 2 പേരും. ഒന്ന് അനീഷ്, ഷാനവാസും അതുപോലെ അക്ബർ. 3 ആണുങ്ങളും 2 ലേഡീസും. അപ്പോൾ ഇങ്ങനെ 5 പേരായിരുന്നു ടോപ്പ് 5 വരേണ്ടത്. ഉറപ്പായിട്ടും ഇവർ തന്നെയായിരുന്നു ടോപ്പ് 5 വരേണ്ടത്. ഇതിപ്പം ഇനി ആര് ടോപ്പ് 5 വരും എന്തുകൊണ്ടോ നമുക്കറിയത്തില്ല. ഇനി LGBTക്കാരെ ആദിലേനെ നൂറയൊക്കെ എടുത്ത് ടോപ്പ് 5 വെക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇവരൊക്കെ എന്ത് കളിയാണ് കളിക്കുന്നത്? എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത്? പിന്നെ എന്ത് മെസ്സേജാണ്? ഇന്നിപ്പം നമ്മൾ ലൈവിൽ കണ്ടു, അവർ രണ്ടുപേരുടെയും പരസ്പരം ലിപ്പിൽ ഉമ്മ വെക്കുന്നു, ലിപ് കിസ് കൊടുക്കുന്നു. ഇതൊക്കെ കാണാനാണോ നമ്മളിരിക്കണേ? അല്ല, ഞാൻ ആലോചിക്കുകയും ചോദിക്കുക, ഇതൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളും വലിയവരും ഒരുപാട് പ്രായമായവർക്ക് കാണുന്നതാണ്. ഈ ഒരു LGBT എന്ന് പറയുന്ന ഈ ലെസ്ബിയൻ കപ്പിൾസിനെ എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം അത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നതല്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർ ഹ്യൂമൻ ബീങ്സാണ്, അവർ മനുഷ്യനാണ്, അവർക്കെല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവരെല്ലാം സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവർ ഏൺ ചെയ്ത് സ്വന്തം കാലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവരുടെ ഒരു ലവും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരല്ല ഭൂരിപക്ഷം ആൾക്കാർ. വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഇതിനെ അംഗീകരിക്കുന്നത്. എന്നാലും ഇപ്പം ഞാൻ അവരെ അംഗീകരിക്കുന്നില്ല എന്നല്ല. അവർ ഹ്യൂമൻ ബീങ്സാണ്, അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർ ജീവിക്കണം, അവർ സന്തോഷമായിട്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവർ ജീവിക്കുന്നവരാണ്. പക്ഷേ അവർ പിന്നെ ലിപ്പ് കൊണ്ട് കിസ് ചെയ്യുന്നതും അവരുടെ പ്രേമമൊന്നും കാണാനല്ല നമ്മളിവിടെ ഹോട്ട്സ്റ്റാർ തുറന്നു വെച്ച് കാശ് കൊടുത്ത് ഹോട്ട്സ്റ്റാർ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഒരാളെ ഔട്ടാക്ക്, കാരണം കളിക്കുന്നില്ല, 2 പേരും കളിക്കണം. ഒരാളുടെ കളി കാണണ്ടേ? ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് വന്നവർ ഇവർ എന്തിനാണ് ഡബിൾ കണ്ടസ്റ്റൻ്റ് ആക്കിയത്? അങ്ങനെ തന്നെ ഒരാളുടെ ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് ബോസ് നഷ്ടമാക്കിയത്. ഇതെന്താണ് ഇവരെന്താണ് ചെയ്യുന്നത്? അല്ലേ, ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളാരും ചോദിക്കുന്നതല്ല. അവർക്ക് തോന്നുന്നത് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഈ ഹോട്ട്സ്റ്റാറും തുറന്നു വെച്ചിട്ട് നമ്മൾ ഈ കാശും മുടക്കിയിട്ട് നമ്മളൊക്കെ ഇരുന്ന് കാണുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം പലതരത്തിലുള്ള എവിക്ഷനും അൺഫെയർ ആണ്. പിന്നെ എന്തായാലും ആര്യൻ ഭയങ്കര കരച്ചിൽ കാര്യങ്ങളൊക്കെയാണ്. ആര്യൻ ഇതൊരു
കറക്റ്റായിട്ടുള്ളൊരു കരച്ചിലാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു 50-50 ചാൻസേ പറയാൻ പറ്റൂ. ആര്യനിപ്പം ജിസേൽ പുറത്ത് പോകുമ്പോൾ കരയും, തീർച്ചയായിട്ടും കരയും. എന്തുകൊണ്ടാണ്? ജിസേലിന് എന്തായാലും ഒരു നല്ല ഫാൻ ബേസ് ഉണ്ടെന്നറിയാം. 60 ദിവസം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഒരു ഫാൻ ബേസ് ഉണ്ടാവും. അപ്പോൾ ആ ഫാൻ ബേസ് കണ്ട് തീർച്ചയായിട്ടും ആര്യൻ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ അജണ്ട. പിന്നെ ഇവർ ഏതെങ്കിലും കാരണവശാൽ ആര്യൻ്റെ ഫാമിലി ഇൻഫ്ലുവൻസ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുൽസിതം, ഇങ്ങനെയുള്ള ഇവർ തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് എന്നുള്ളതൊക്കെയാണ് എൻ്റെ തോന്നൽ. കാരണം അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ വേണ്ട. ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ പ്രാവശ്യം കേസുകൾ കാര്യങ്ങൾ നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ വളരെ പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, ആര്യൻ്റെ ഇപ്പോൾ ആര്യപടയനെ കല്യാണം കഴിച്ച പയ്യനുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കോടതികളിലേക്കൊക്കെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതികളിലൊക്കെ ഇനിയും കേസ് പോയി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ്, മലയാളം ബിഗ് ബോസ് ബാൺ ചെയ്യാൻ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മാന്യമായിട്ട് കളിക്കുന്ന ആൾക്കാരും മതി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും എന്നുള്ളത് പോസിറ്റീവ് ചിന്താഗതിയാണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ആര്യൻ്റെ ഫാമിലി ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഫാമിലിക്ക് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അവർ നല്ല റിച്ച് ടീമാണ്. അതുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ജിസേലിനെ പുറത്താക്കണം അണിയറ പ്രവർത്തകരോട് പറയാം. അങ്ങനെയും ചിലപ്പം ആവാം. എനിവേ, അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ടോപ്പ് 5 വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടുള്ള അജണ്ടയും ആവാം. ഇതൊക്കെ തന്നെ എന്തായാലും ജിസേൽ തക്രാൾ എന്ന, നമ്മൾ സ്നേഹത്തോട് ജിസേൽ അമ്മായി എന്ന് വിളിക്കുന്ന ജിസേൽ തക്രാളിനെ പുറത്താക്കിയത് ഒരിക്കലും ഫെയർ അല്ല, അൺഫെയർ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആര്യൻ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ബാത്റൂം ഏരിയയിൽ പോയിട്ട് കരയുന്നുണ്ടായിരുന്നു, വാഷിംഗ് ഏരിയയിൽ. പിന്നെ അതിനുശേഷം പിന്നീട് പുറത്തേക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. അത് വാഷ്റൂമിൻ്റെ മുന്നിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. കരച്ചിൽ നാടകമാണെന്ന് വെച്ചാൽ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കരയുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിലൊരു ആത്മാർത്ഥമായ കരച്ചിലാണ്. പക്ഷേ അതിനകത്തൊരു 50% ഡ്രാമ ഉണ്ടെന്നേ ഉള്ളൂ. കാരണം അത് കരയുന്നത് സങ്കടം കൊണ്ടുവന്നിട്ടായിരിക്കും. കാരണം അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഫുഡ് വാരി കൊടുക്കുന്നു, അതുപോലെ തുണി കഴുകി കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് ലവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും കൊടുത്തും കണ്ടും കൊടുത്തും എന്നുള്ളത് സ്നേഹം പോലെ തന്നെ അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് ചിലപ്പോൾ പരിപാവനമായ സ്നേഹമായിരുന്നിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, സ്നേഹമുണ്ടെങ്കിൽ സ്നേഹിക്കട്ടെ അവർ തമ്മിൽ. അവരുടെ സ്നേഹത്തിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. അപ്പോൾ നല്ല സ്നേഹമായിട്ട് തന്നെ അവർ പുറത്ത് വന്നാലും മുന്നോട്ട് പോകട്ടെ. ഇനി വെറും 40 ദിവസം, 37 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ പുറത്ത് വന്നാലും ആരും 100 ദിവസം നിൽക്കുകയാണെങ്കിൽ പുറത്ത് വന്നാലും കാണാം. അതിനു മുമ്പ് ആരും ഔട്ട് ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എന്തായാലും ആരും ടോപ്പ് 5 വരാനുള്ള സാധ്യത ജിസേൽ പോയതോടുകൂടി, ജിസേലിന് അതൊരു യഥാർത്ഥമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്നേഹമാണെന്ന് തോന്നുമെങ്കിൽ ഉറപ്പായിട്ടും ജിസേലിൻ്റെ ഫാൻസ് ആരും വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ടോപ്പ് 5 ആരും വരാനുള്ള സാധ്യത ഞാനിപ്പോൾ കാണുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ജിസേൽ തക്രാൾ ഔട്ടായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും ലാലേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനത് അടുത്ത വീഡിയോയിലിടാം. ഇപ്പോൾ ജിസേലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ജിസേൽ ഔട്ടായതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടതാണ്. ജിസേൽ ഔട്ടായിരിക്കുന്നു. ഒരിക്കലും ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ അല്ല. ജിസേലിൻ്റെ കുൽസിതമാണ്, ആര്യനുമായിട്ടുള്ള കുൽസിതം കൊണ്ടാണോ ജിസേലിനെ ഔട്ടാക്കിയത്? രാത്രിയിൽ ആര്യനുമായിട്ടുള്ള ജിസേലിൻ്റെ ആ ഒരു വേണ്ടാധീനം കൊണ്ടാണോ ജിസേലിനെ ഔട്ടാക്കിയത് എന്നൊക്കെയുള്ളതാണ് എൻ്റെ സംശയം. അല്ലെങ്കിൽ ആര്യൻ്റെ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് മുഖാന്തരമാവാം. എന്ത് തന്നെയായാലും ആര്യന് ഭയങ്കര സങ്കടമുണ്ട്. ആര്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തരും പിടിച്ച് ആര്യനെ ലാസ്റ്റ് ലാലേട്ടൻ്റെ എപ്പിസോഡ് തീർന്നിട്ടില്ലല്ലോ, അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള എവിക്ഷനിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ടായിരുന്നു, ലിവിങ് റൂമിൽ ഇരുത്തുന്നുണ്ടായിരുന്നു.